ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവ ആഘോഷങ്ങൾ ആരംഭിച്ചു. ഇന്നലെ വൈകുന്നേരം ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തിയതോടെയാണ് ഉത്സവത്തിന് തുടക്കമായത്. രാത്രി നടന്ന ചടങ്ങിൽ ആറ്റുകാൽ അംബ പുരസ്കാരം നടൻ മോഹൻലാൽ ഏറ്റുവാങ്ങി. പുരസ്കാരം നാടിന്റെ അംഗീകാരമായി കാണുന്നതായി മോഹൻലാൽ പറഞ്ഞു. മാർച്ച് 3-നാണ് പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമായതോടെ ഭക്തിസാന്ദ്രമാണ് ആറ്റുകാൽ ക്ഷേത്ര പരിസരം. വൈകിട്ട് 5:30യോടെയായിരുന്നു കാപ്പുകെട്ടൽ ചടങ്ങ് ദർശിക്കാനായി നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലേക്കെത്തിയത്. 10 ദിവസം നീണ്ടുനിൽക്കുന്ന ആഘോഷങ്ങൾക്ക് തുടക്കമായതോടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭക്തർ ഇവിടേക്ക് ഒഴുകിയെത്തും. രാത്രി നടന്ന ചടങ്ങിൽ ആറ്റുകാലമ്പ പുരസ്കാരം മോഹൻലാലിന് സമർപ്പിച്ചു. കലാപരിപാടികളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. അമ്മയുടെ നിറമാർന്ന ഓർമ്മകളും മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ്. എൻ്റെ അമ്മ ശ്രീ ആറ്റുകാൽ ദേവിയുടെ കറുതീർന്ന ഒരു ഭക്തയായിരുന്നു. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് ഉത്സവത്തോട് അനുബന്ധിച്ച് എന്നെ ക്ഷണിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. എന്നാൽ പലവിധ കാരണങ്ങളാൽ ഉത്സവ ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. നാളെയാണ് കുട്ടികളുടെ കുത്തിയോട്ട വ്രതാരംഭം തുടങ്ങുക. കഴിഞ്ഞ വർഷത്തേക്കാൾ തിരക്കാണ് ആദ്യ ദിവസങ്ങളിൽ തന്നെ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ഉത്സവ ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ക്ഷേത്രത്തിൽ പ്രസാദഊട്ടുണ്ടായിരിക്കും. അംബ സ്റ്റേജിൽ പ്രധാന കലാപരിപാടികളും അംബിക അംബാലിക സ്റ്റേജുകളിൽ ഭജന പുരാണ പാരായണം എന്നിവയും നടക്കും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.